എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് പുറത്തേക്ക് വരും. പക്ഷെ പുറത്താണെങ്കിൽ ഭയങ്കര മഴ. മൗഡ്സോൾ ആണെങ്കിൽ ടെൻഷനായിട്ട് ടോയോട് പറയും, മഴയത്ത് നമ്മളെ കൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അത് കേട്ടാൽ ടോയ് ആണെങ്കിൽ ടെൻസ്ഡ് ആവും. നമ്മൾ ഇനിയും ഇവിടെ തന്നെ നിന്നാൽ തീർച്ചയായിട്ടും അവറ്റകൾ നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇവിടെ ആ ബൗൺസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. പുറത്ത് മഴ പെയ്യുകയായതുകൊണ്ട് തന്നെ അവറ്റകളെ അത്ര വേഗം ഡിറ്റക്ട് ചെയ്യാൻ നമ്മുടെ ആൾക്കാരെ കൊണ്ട് കഴിയില്ല. മാത്രമല്ല അവർക്ക് ഈസി ആയിട്ട് അവരുടെ വാട്ടർ പവർ അത് വെച്ച് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. ഇനി ഒന്നും നോക്കാനില്ല, എത്രയും വേഗം അവരെ അറ്റാക്ക് ചെയ്ത് ആ കണ്ണാടി പയ്യനെ അവനെ നമുക്ക് സ്വന്തമാക്കണം. അതേസമയം ഇവിടെ റുക്കിയ അവളാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, ഇപ്പോ പുറത്ത് ഭയങ്കര മഴയാണ്. ആ ബൗൺസിന് ഫേവറേറ്റ് ആയിട്ടാണ് ക്ലൈമറ്റ് ഇപ്പോൾ ചേഞ്ച് ആയിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ കണ്ണാടി പയ്യൻ അവനെ അവർ കൊണ്ടുപോകും, നമുക്കവനെ നഷ്ടമാവും. അതിന് ഹീറോ ആണെങ്കിൽ അവളോട് പറയും, ഇനി ഒന്നും നോക്കാനില്ല, നീയും ഒർഹിബയും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കണ്ണാടി പയ്യനെ സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അത്രയും പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ആ ബൗൺസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ബൗൺസിന്റെ വാട്ടർ പവർ അതങ്ങനെ ഹീറോയിൻ ടീമിനെ അറ്റാക്ക് ചെയ്ത് ആ വാട്ടർ പവറിൽ മുഴുവനായിട്ടും ഹീറോയെ ലോക്ക് ചെയ്ത് പിടിക്കും. ഹീറോയുടെ കഷ്ടപ്പാട് കണ്ട് ഇവിടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ പൊടിയനോടും റുഖിയയോടും ഒർഹിബയോടും അവരോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഇവിടെ ഇറക്കി വിട്. കാരണം നിങ്ങൾ ഒരിക്കലും ഒരു അപകടത്തിൽ ചെന്ന് വീഴാനായിട്ട് പാടില്ല. എത്രയും വേഗം ഇച്ചിക്കോയെ രക്ഷിക്കണം. അവനിപ്പോൾ നിങ്ങളുടെ സഹായം അത് ആവശ്യമാണ്. ആ വാട്ടറിൽ നിന്ന് അവനെ രക്ഷിച്ചിട്ടില്ല എങ്കിൽ അവറ്റകള് ശ്വാസം മുട്ടിച്ച് ഇച്ചിക്കോയെ കൊന്നുകളയും. എന്റെ ജീവനെ കഴിഞ്ഞും ഒരുപാട് പ്രാധാന്യമുള്ള ജീവനാണ് ഇച്ചിക്കോയുടേത്. ഇവിടെ ഉച്ചയ്ക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാർ നോക്കി നിലവിളിച്ച് പറയും, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിൽക്കരുത്. എത്രയും വേഗം കണ്ണാടി പയ്യനുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഞങ്ങളുടെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. അത് കേട്ട് ഒർഹിബയാണെങ്കിൽ കണ്ണാടി പയ്യനെ സമാധാനിപ്പിക്കും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും അവനൊന്നും സംഭവിക്കില്ല, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ അവനെ നിർബന്ധിച്ച് അവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ആ വില്ലത്തി പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ ഏതോ ഒരു ഷോപ്പിൽ ഒരു ഡോളിനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ആ വില്ലൻ അവനാണെങ്കിൽ അങ്ങനെ വന്ന് അവളോട് പറയും, നീ എത്രയും വേഗം എന്നോടൊപ്പം വരണം. നമ്മുടെ മാസ്റ്റർ കാര്യ അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് നിന്നെ മീറ്റ് ചെയ്യണം. അത് കേട്ട് അവളാണെങ്കിൽ ടെൻഷനാവും, എന്നെ കൊണ്ട് പറ്റില്ല. ആളുടെ ഓർഡേഴ്സിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബൗൺസിന് അവരുടേതായ ചില എത്തിക്സും ബൗണ്ടറീസും ഒക്കെ ഉണ്ട്. അതിൽ നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ കാര്യയുടെ പ്ലാൻ അത് മറ്റെന്തോ ആണ്. എന്നെ കൊണ്ട് ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതിനാ വില്ലനാണെങ്കിൽ അവളോട് പറയും, അദ്ദേഹം നമ്മുടെ നേതാവാണ്. അദ്ദേഹം നമുക്ക് തരുന്ന നിർദ്ദേശം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. നീ വളരെ സ്ലോ ആണ്, അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും അദ്ദേഹം നിന്നോട് ദേഷ്യപ്പെടുന്നത്. ഇനിയെങ്കിലും എല്ലാ കാര്യങ്ങളും നീ മനസ്സിലാക്കിയേ പറ്റുമെന്ന് പറഞ്ഞ് ആളവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഹനയെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പൊ ഹ്യൂമൻ വേൾഡിൽ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. അവളോടൊപ്പം തന്നെ നമ്മുടെ ബ്രദറും ഉണ്ട്. ഹന അവനോട് ചോദിക്കും, നീ എന്തിനാ ഹ്യൂമൻ വേൾഡിലേക്ക് വരണമെന്ന് വാശി പിടിച്ച് ഇവിടേക്ക് എത്തിയേ? അതിനവൻ പറയും, ഒരു ഇൻവെസ്റ്റിഗേഷൻ അത് നടത്താനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിന്റെ ഷോപ്പ് ഓണർ ആള് നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹം ജോലി തന്നു, കഴിക്കാൻ ഭക്ഷണവും താമസിക്കാൻ സ്ഥലവും തന്നു. എന്റെ ഇൻവെസ്റ്റിഗേഷൻ അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവരങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഇച്ചിഗോയുടെ പവർ അതിപ്പോ അവർക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുക. കട്ട് ചെയ്ത ഇവിടെ ഇച്ചിഗോ അവനാണെങ്കിൽ ആ വെള്ളത്തിൽ പെട്ട് എങ്ങനെയെങ്കിലും പുറത്തു വരാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ആ ബൗൺസ് അവർ വീണ്ടും വീണ്ടും വെള്ളം ഉപയോഗിച്ച് ഇച്ചിഗോൺ ടീമിനെ നിർത്താതെ അറ്റാക്ക് ചെയ്യും. മാത്രമല്ല മറ്റൊരു ഭാഗത്ത് റുക്കിയയും ഒർഹിബയും അവരാണെങ്കിൽ കണ്ണാടി പയ്യനെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അത് കണ്ട ബൗൺസ് ആണെങ്കിൽ അവരെ തടയാനായിട്ട് അടുത്ത ചില പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യും. ഒർഹിബയാണെങ്കിൽ മുടിയനോട് ചോദിക്കും, നമ്മളിപ്പോ എവിടേക്കാ പോണേ? അതിനവൻ പറയും, മഴയില്ലാത്ത ഒരേ ഒരു സ്ഥലം ആ പഴയ ഫാക്ടറി അവിടെ മാത്രമാണ്. എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോകണം. അല്പസമയം കഴിയുമ്പോൾ ഇച്ചിഗോ ടീം അവരവിടേക്ക് വരാതിരിക്കില്ല. അങ്ങനെ ഒർഹിബയും ടീമും ആണെങ്കിൽ ആ ഫാക്ടറി നോക്കി ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അടുത്ത നിമിഷം അവരുടെ എക്സ്പെക്ടേഷനെ കാറ്റിൽ പറത്തി ആ രണ്ട് ബൗൺസും അവറ്റകളാണെങ്കിൽ ഇപ്പൊ അവരുടെ മുൻപിലേക്ക് വന്ന് നിൽക്കുകയാണ്. അവരുടെ വാട്ടർ പവർ ഉപയോഗിച്ച് ഞൊട്ടിയിടയിൽ അവര് ഒർഹിബിയാൻ ടീമിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിന് ഒർഹിബയാണെങ്കിൽ അവളുടെ ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് ആ വാട്ടറിനെ പ്രിവെന്റ് ചെയ്യും. പക്ഷെ വാട്ടറിന്റെ പവർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് നല്ല ഫോഴ്സിൽ അടിച്ച് ഒർഹിബയെ ദൂരേക്ക് തെറിപ്പിച്ച് കളയും. വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ മുടിയൻ അവനാണെങ്കിൽ ഇപ്പൊ കണ്ണാടി പയ്യനെ റുഖിയയുടെയും ഒർഹിബയുടെയും കയ്യിൽ കൊടുത്ത് ഇപ്പൊ ബൗൺസുമായിട്ട് ഫൈറ്റ് ചെയ്യും. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഒരു ബൗണ്ടിനെ പയ്യൻ ആഞ്ഞ് ഹിറ്റ് ചെയ്ത് താഴെ ഇടുകയാണ്.
ആ ഒരു അട്ടിയിൽ അതിലൊരു ബൗണ്ട് ആണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ പേടിച്ച് പുറകിലേക്ക് മാറും. ഉടനെ അവറ്റകളാണെങ്കിൽ ഇപ്പൊ അവരുടെ അറ്റാക്ക് അത് സ്റ്റോപ്പ് ചെയ്യാണ്. മുടിയനാണെങ്കിൽ ഈ കാര്യം ഇപ്പൊ ഇച്ചിഗോയെ കോണ്ടാക്ട് ചെയ്ത് പറയും. അതിന് ഇച്ചിഗോ പറയും സംശയം ശരിയാണെങ്കിൽ ആ 2 ബൗൺസും അവറ്റകൾ രണ്ടും കമ്പൈൻ ആയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതില് ഒന്നിന് പരുക്ക് പറ്റിയത് കൊണ്ടാവാം അവർക്കിപ്പോ കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ കഴിയാത്തത്. സോ ഞങ്ങൾ എത്രയും വേഗം അവിടേക്ക് എത്തും. അവറ്റകളെ ഇതുപോലെ തന്നെ 2 ആക്കി പിരിച്ചു വേണം നമുക്ക് അറ്റാക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് ഹീറോയും ടീമും ആണെങ്കിൽ അവിടേക്ക് ഉഷാറായിട്ട് ഓടും. കട്ട് ചെയ്ത ഇപ്പൊ ആൾതാമസമില്ലാത്ത ഒരു വലിയ ബിൽഡിംഗ് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു താടിക്കാരൻ അവന്റെ കൂടെയുള്ള ആളോട് പുറത്ത് നല്ല മഴയാണ്, അകത്ത് നല്ല തണുപ്പും, ഒരുപാട് നേരം നമുക്കിങ്ങനെ നിൽക്കാനായിട്ട് കഴിയില്ല, അവരെത്താനായിട്ടായില്ലേ? അവന്റെ കൂടെയുള്ള ക്ലീൻ ഷേവ് പറയും ഇല്ല, അവരെത്രയും വേഗം തന്നെ എത്തുമെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവിടുന്ന് അങ്ങനെ സീൻ ഷിഫ്റ്റ് ചെയ്ത് വീണ്ടും നമ്മുടെ ആൾക്കാരെ കാണിക്കും. ഇവിടെ മുടിയനും ഒർഹിബയും റുക്കിയയും ടോയ്സും അവറ്റകളെല്ലാവരും ആ ഫാക്ടറിയിലേക്ക് വരികയാണ്. മുടിയനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സേഫായി ഇച്ചിഗോ വരുന്നത് വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. നമ്മുടെ സ്പിരിച്വൽ പവർ അത് സെൻസ് ചെയ്ത് ഇച്ചിഗോയ്ക്കും ടീമിനും ഇവിടേക്ക് എത്താനായിട്ട് കഴിയും. പക്ഷെ അതുവരെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം ആ 2 ബൗൺസ് അവരൊന്നിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടും. അതിൽ കണ്ണാടിപ്പയനാണെങ്കിൽ ഇപ്പോ മുടിയനോട് പറയും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ദയവ് ചെയ്ത് എന്നെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട്. കാരണം അവർക്ക് ആവശ്യം എന്നെയാണ്. ഞാൻ കാരണം നിങ്ങൾ ആരും ഒരു അപകടത്തിലും ചെന്ന് വീഴാനായിട്ട് പാടില്ല. അത് കേട്ട് കലിയിളകിയ ഒറീബ അവൾ അങ്ങനെ ടേൺ ചെയ്ത് അവന്റെ അടുത്തേക്ക് വരും. യു ആർ അൺബിലീവബിൾ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾക്കൊരിക്കലും നിന്നെ തള്ളിക്കളയാനായിട്ടാവില്ല. നിനക്കെന്നല്ല നമ്മുടെ ടീമിലുള്ള ആർക്കെന്ത് സംഭവിച്ചാലും നമ്മൾ തള്ളിക്കളയില്ല. അതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്. അവരങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന അതേ സമയം ഇപ്പൊ ബൗൺസ് അവരവിടേക്ക് എത്തി അവറ്റകളുടെ വാട്ടർ പവർ ഉപയോഗിച്ച് വീണ്ടും മുടിയനെ അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു കാഴ്ച കണ്ട് ഇച്ചിഗോൺ ടീം അവരവിടേക്ക് ഓടി എത്തുമ്പോഴേക്കും ഇച്ചിഗോയെയും വാട്ടർ വെച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇച്ചിഗോയ്ക്കാണെങ്കിൽ ശ്വാസം എടുക്കാനായിട്ട് കഴിയില്ല. അവൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് കണ്ട ടോയ്സ് അവറ്റകളാണെങ്കിൽ ആ ബൗൺസിന്റെ അടുത്തേക്ക് പോയി അവർ രണ്ടുപേരെ അറ്റാക്ക് ചെയ്ത് 2 ഭാഗങ്ങളിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അടുത്ത നിമിഷം അവരുടെ പവർ അതങ്ങനെ ഡൗൺ ആയി വാട്ടർ എല്ലാം പുറത്തേക്ക് പോയി. ഹീറോ അവൻ വെള്ളമൊക്കെ ഛർദ്ദിച്ച് ശ്വാസം വലിച്ചു വിടും. ഹീറോ ആണെങ്കിൽ അത് കണ്ട് എല്ലാവരോടും പറയും അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കമ്പൈൻ ചെയ്ത് അറ്റാക്ക് യൂസ് ചെയ്താൽ മാത്രമേ ഇവരുടെ പവർ അത് വർക്കൗട്ട് ആവും. സോ ഇനി അവർ രണ്ടുപേരും കമ്പൈൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോ അവൻ അവർക്ക് നേരെ വരുമ്പോഴേക്കും അവരിൽ ഒരാള് ഇപ്പൊ അവരുടെ വാട്ടർ പവർ അത് കമ്പൈൻ ചെയ്ത് കണ്ണാടി പയ്യനെ അങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ്. കണ്ണാടി പയ്യനാണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. അത് കണ്ട് ഇച്ചിഗോ അവൻ കണ്ണാടി പയ്യനെ സഹായിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് പോകുമ്പോഴായിരിക്കും ഹനയും നമ്മുടെ ബ്രോയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തുക. അവരെ കണ്ട് ഹീറോ ആണെങ്കിൽ അവിടെ സഡൻ ബ്രേക്ക് ഇടും. നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയും ചോദിക്കും. അതിനവരാണെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നെ പറയാം, ആദ്യം നമുക്ക് ഇവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഹനയും ബ്രോയും അവർ രണ്ടുപേരും ചേർന്ന് അവരുടെ പവർ ഉപയോഗിച്ച് വലിയൊരു പൊട്ടിത്തെറി നടത്തും. ആ ഒരു പൊട്ടിത്തെറിയിൽ ആ 2 ബൗൺസും അങ്ങനെ സെപ്പറേറ്റ് ആയി അവരുടെ റിയൽ ഏജ്ഡ് ഫേസ് അതങ്ങനെ പുറത്തേക്ക് വരികയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കായി അവരെ തന്നെ നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ബൗൺസിന്റെ ക്യാപ്റ്റനെ കാണിക്കും. അവരാണെങ്കിൽ ഈ 2 ബൗൺസ് മരിച്ചതറിഞ്ഞ് ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.